മലയാളം അക്ഷരമാലയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ക്ലാസ് 9. മുമ്പത്തെ ക്ലാസ്സുകളിലായിട്ട് സ്വരാക്ഷരങ്ങള് കംപ്ലീറ്റ് ചെയ്തു. ഈ വീഡിയോയില് വ്യഞ്ജനാക്ഷരങ്ങൾ കൺസണൻസ് ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സ്വരാക്ഷരങ്ങൾ പഠിച്ചതുപോലെ ഓരോരോ അക്ഷരങ്ങളായിട്ടല്ല നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിക്കുന്നത്. ഓരോരോ ഗ്രൂപ്പായിട്ട് പഠിക്കാം. വ്യഞ്ജനാക്ഷരങ്ങളെ മുഴുവനായിട്ട് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നതാണ്. എങ്ങനെയാണ് അതിനെ ഗ്രൂപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് ലൈനില് കായും കായുടെ കൂടെയുള്ള കുറച്ച് അക്ഷരങ്ങളും. അടുത്തത് ചാ, ചായും ചായുടെ കൂടെ ഉള്ള കുറച്ച് അക്ഷരങ്ങളും. അടുത്ത അക്ഷരത്തിന്റെ പേരാണ് ട, ട ആൻഡ് ടാന്റെ കൂടെയുള്ള മറ്റ് അക്ഷരങ്ങളും. അത് കഴിഞ്ഞ് താ, തായും തായുടെ കൂടെയുള്ള അക്ഷരങ്ങളും. പാ, പായുടെ കൂടെ അക്ഷരങ്ങളും. അതിനുശേഷം കുറെ അക്ഷരങ്ങൾ ഒരുമിച്ച് യാ, രാ, ലാ, വാ, ശ എന്ന് പറഞ്ഞ് ബാക്കിയുള്ള അക്ഷരങ്ങൾ ഒരുമിച്ചും പഠിക്കും. ഈ ഒരു ഓർഡർ പറഞ്ഞു തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഇത്രയും അക്ഷരങ്ങൾ ഉണ്ടാകുമ്പോ ഇനി അടുത്തത് എന്താന്നൊരു കൺഫ്യൂഷൻ വരില്ലേ? ക, ച, ട, ത, പ. ഈ ഒരു ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ ആരും ആരുടെ കൂടെയുള്ള അക്ഷരങ്ങളുമാണെന്ന് ഓർമ്മ വരും. അപ്പൊ അതിനു വേണ്ടിയാണ് ഈ ഒരു സർക്കിൾ ചെയ്തിട്ടുള്ള അക്ഷരങ്ങൾ തന്നിട്ടുള്ളത്. ആ ഒരു ഓർഡർ ഓർമ്മിച്ചു വെക്കാനും പറയുന്നത്. നമുക്കപ്പോ ക ആൻഡ് കായുടെ കൂടെയുള്ള അക്ഷരങ്ങൾ പഠിക്കാം. ആദ്യത്തെ അക്ഷരം ക. എന്താണ്? ക. എങ്ങനെയാണ് ക എന്ന് എഴുതുക? ഇങ്ങനെ മുകളിലേക്ക് പോയി മുമ്പൊക്കെ കാണിച്ച പോലെ ഈ ഒരു ഷേപ്പ് വരയ്ക്കുക. എന്നിട്ട് അവിടുന്ന് താഴേക്ക് വന്നിട്ട് ഇങ്ങനെ പോയി ഇതിനെ കംപ്ലീറ്റ് ചെയ്യാം. എന്നിട്ട് അവിടുന്ന് വീണ്ടും താഴേക്ക് വന്നിട്ട് ഇങ്ങനെ എഴുതുക. എന്താണിത് വായിക്കുക? കാ, കാ. ഒരാള് ഹാച്ച് ഇട്ടതുപോലെ ഉണ്ടല്ലേ? ക എഴുതിയാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഇവിടുന്ന് ഈ കണ്ണിന്റെ അടുത്ത് ഈ ഒരു പോയിന്റ് അല്ലെങ്കിൽ ഈ ഒരു മിഡ് പോയിന്റ് സ്റ്റാർട്ട് ചെയ്യാം. അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മുകളിലേക്ക് പോയിട്ട് ഈ ഒരു ഷേപ്പ് വരയ്ക്കണം. അതിനുശേഷം താഴേക്ക് വന്നിട്ട് അവിടെ തന്നെ എത്തണം. എന്നിട്ട് ഇങ്ങനെ പോയി കാ. ഇങ്ങനെയാണ് കാ എന്ന് എഴുതുന്നത്. എല്ലാവരും പേപ്പറും പെന്നും എടുത്തേ. എന്നിട്ട് ഒന്ന് കൂടെ എഴുതി നോക്കിയേ. എങ്ങനെയാ കാ എന്ന് എഴുതുക? ഇങ്ങനെ മുകളിലോട്ട് പോയി താഴേക്ക് വന്നു ഇങ്ങനെ കാ. അടുത്ത അക്ഷരമാണ് ഖ. അപ്പൊ ഇതിന്റെ ഫ്രണ്ട്സിനെ നമുക്ക് ഒന്ന് പരിചയപ്പെടാം. ക, ഖ, ഗ, ഘ ഒക്കെ കായോട് സിമിലർ ആയിട്ടുള്ള ഒരു ശബ്ദമാണ്. എന്നാൽ ലാസ്റ്റ് ആയിട്ട് വരുന്ന ഈ അക്ഷരം കായുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ശബ്ദമാണ്. ഇതാണ് ങ. എന്താണ്? ങ. മാങ്ങ, തേങ്ങ എന്നൊക്കെ പറയുന്നില്ലേ? ആ ഒരു ശബ്ദമാണ് ങ. അപ്പൊ ക എഴുതി കഴിഞ്ഞു. ഇനി എങ്ങനെയാ ഖ എന്ന് എഴുതുക? ഒരു കുഞ്ഞ് സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്തു ഇങ്ങനെ വന്നു. ചെറിയൊരു ഹൊറിസോണ്ടൽ ലൈൻ, പിന്നെ ഒരു വെർട്ടിക്കൽ ലൈൻ. ഖ. എന്താ വായിക്കുക? ഖ. ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു ഖ. ഇങ്ങനെ വന്നു ഇങ്ങനെ പോയി ഖ. ഈസിയാണ്. ക, ഖ. അടുത്ത അക്ഷരത്തിന്റെ പേരാണ് ഗ. ഗ. എസ് തിരിച്ചെഴുതിയ പോലെ തോന്നുന്നില്ലേ? ഇതാണ് ഗ. ഇതാണ് ഗ. ഇനി അടുത്ത അക്ഷരം ഖ. എന്താ? ഖ. എങ്ങനെയാ ഖ എഴുതുക? മലയാള അക്ഷരങ്ങൾ അധികവും എഴുതാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണല്ലേ? ചിലത് ചെറുതായിരിക്കും, ചിലത് വലുതായിരിക്കും. ഇവിടെ നമ്മൾ ചെറുതായിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനുശേഷം റൈറ്റ് സൈഡിലേക്ക് പോയി മുകളിൽ വന്നിട്ട് ഇങ്ങനെ താഴേക്ക് വന്നു. ഇവിടേക്ക് പോയി ഇങ്ങനെ. ഇതാണ് ഖ. ഏതാണ്? ഇങ്ങനെ പോയി ഇങ്ങനെ വന്നു ഇങ്ങനെ. ഇതാണ് ഖ. കൂടി ഇങ്ങനെ വന്നു ഇവിടെ പോയി ഇങ്ങനെ താഴേക്ക് വന്നു ഖ. ലാസ്റ്റ് ങ. ങ.
എങ്ങനെയാ എഴുതുക? കുഞ്ഞു സർക്കിളിൽ സ്റ്റാർട്ട് ചെയ്ത് മുകളിലേക്ക് പോയി താഴെ എത്തി, അതിനുശേഷം ഇതുപോലെ ഒരു 3 ഫിനിഷ് ചെയ്യാണ്. ഇതാണ് ങ. ഇങ്ങനെ വന്നു, ഇങ്ങനെ എത്തി, ഇവിടെ 3 ഫിനിഷ് ചെയ്തു. ഇതാണ് ങ. അപ്പൊ ഈ വീഡിയോയില് നമ്മൾ പഠിക്കാൻ ഉദ്ദേശിച്ച 5 അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഞാൻ നിങ്ങൾക്കൊരു പുതിയ ചിഹ്നം ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ആ ചിഹ്നത്തിന്റെ പേരാണ് ചന്ദ്രക്കല. ചന്ദ്രകല. അത് ചന്ദ്രൻ ഇങ്ങനെയല്ലേ ഉണ്ടാവുക, ആ ഒരു ക്രസന്റ് ഷേപ്പ്, അതിന്റെ കുഞ്ഞു രൂപമാണ് ചന്ദ്രക്കല. ഏതൊരു അക്ഷരം എഴുതിയതിനു ശേഷം ഇതൊരു അക്ഷരമാണെങ്കിൽ അതിന്റെ മുകളിൽ റൈറ്റ് സൈഡിലായിട്ട് ഇങ്ങനെയാണ് ആ ഒരു ചിഹ്നം ഇടുന്നത്. എന്നാണ് ഇത് വായിക്കുക. നമുക്ക് നമ്മുടെ അക്ഷരങ്ങളുടെ ഓർഡറിൽ ഒന്ന് പറഞ്ഞു നോക്കാം. കച്ചട്ടത്ത പ, ആ ഒരു ഓർഡറിൽ പറയാം. കായുടെ കൂടെയാണെങ്കിൽ ക, ചായുടെ കൂടെയാണെങ്കിൽ ച, ടായുടെ കൂടെയാണെങ്കിൽ ട്, തായുടെ കൂടെയാണെങ്കിൽ ത്, പായുടെ കൂടെയാണെങ്കിൽ പ എന്നാണ് ഈ ഒരു ചിഹ്നം ഉപയോഗിച്ചു കഴിഞ്ഞാൽ വായിക്കുക. ഇത് ഇവിടെ എന്തിനാണ് പറഞ്ഞതെന്ന് നോക്കാം. നമുക്ക് 2 അക്ഷരങ്ങളെ ജോയിൻ ചെയ്യാൻ വേണ്ടി ഓരോ അക്ഷരങ്ങളും നമ്മൾ പഠിച്ചു. ഇതിന് 2 എണ്ണത്തിനെ ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു ചിഹ്നം അതിന്റെ നടുക്കിട്ട് കൊടുക്കണം. ഉദാഹരണത്തിന് നമുക്ക് പപ്പ എന്ന വേർഡ് എടുക്കാം. പപ്പ. ഓക്കെ, പപ്പ എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഇവിടെ നിങ്ങൾ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആദ്യത്തേത് വെറും ഒരു പ എന്ന അക്ഷരമാണ്. പക്ഷെ രണ്ടാമതോ 2 പ എഴുതിയിരിക്കുന്നു. ഇതെന്താ അക്ഷരം? അതാണ് പ. ഡബിൾ പ അല്ലെങ്കിൽ 2 പ. കൂട്ടക്ഷരമാണ്. 2 അക്ഷരം കൂടി ചേർന്ന് പ ആയിരിക്കുന്നത്. അപ്പൊ എങ്ങനെയാണ് ഇതുണ്ടാക്കിയിരിക്കുന്നത്? അത് പ എന്നെഴുതി അതിനുശേഷം ഈ ചന്ദ്രക്കലയിട്ട് പിന്നെ ഒന്നുകൂടി പ എന്ന് എഴുതിയപ്പോഴാണ് ഇത് രണ്ടും ജോയിൻ ആയത്. ഇപ്പൊ ഇതിനെ എന്താ വായിക്കേണ്ടത്? പ. അതിനെ നമുക്ക് ഇങ്ങനെയും എഴുതാം. പ പിന്നെ ഒരു പ. പ. അതാണ് ഒരു പ എഴുതിയതിനു ശേഷം അതിന്റെ അടിയിൽ വീണ്ടും ഇട്ടിരിക്കുന്നത്. നമുക്ക് ഓരോരോ അക്ഷരമായി പഠിക്കുമ്പോഴും അതിനെ എങ്ങനെ ഡബിൾ അക്ഷരമാക്കാം എന്ന് നോക്കാം. ഒരുപോലെയുള്ള അക്ഷരങ്ങൾ മാത്രമല്ല ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്, വേറെ വേറെ അക്ഷരങ്ങളെയും ജോയിൻ ചെയ്ത് പുതിയ അക്ഷരങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ നമ്മൾ ഈ 5 അക്ഷരങ്ങൾ മാത്രം പഠിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ട് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഈ അക്ഷരങ്ങളുടെ ഡബിൾ ആയിട്ട് വരുന്ന അക്ഷരങ്ങൾ എങ്ങനെയാണ് എഴുതുന്നതെന്ന് കൂടി പറയാം. ക. കായിനെ ക എഴുതി ചന്ദ്രക്കലയിട്ട് ഒരു ക കൂടി എഴുതിയാൽ ക എന്നാണ് വായിക്കുക. ആ കനെ എങ്ങനെയാ എഴുതുക? അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ ക എന്നെഴുതി അവിടെ നിർത്താൻ പാടില്ല. അവിടുന്ന് ഒരു പ്രാവശ്യം കൂടി ഇങ്ങനെ ചെയ്യാം. ഇതാണ് ക. ഇത് ഡബിൾ അക്ഷരമാണ്. ക. അതേപോലെ ഖ. ഖാനെ അങ്ങനെ സാധാരണയായിട്ട് സെപ്പറേറ്റ് എഴുതാറില്ല. അപ്പൊ ഖ പിന്നെ ഒരു ഖ എഴുതിയിരിക്കുകയാണ്. ഇത് ഡബിൾ ഖ ആണ്. ഇനി ഗ. ഗ എന്നെ ഡബിൾ ആക്കി എഴുതുമ്പോ നേരത്തെ പ എഴുതി അതിന്റെ അടിയിലൊരു പ എഴുതിയ പോലെ തന്നെ ഇവിടെ ഗ എഴുതി അതിന്റെ അടിയിലായിട്ട് ഒരു ഖ എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനെ കാണുമ്പോ തന്നെ നിങ്ങൾ അതിനെ എന്താ വായിക്കേണ്ടത്? ഗ. അതുപോലെ ഖ. അതും ഡബിൾ ആക്കാൻ നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ, ഏതെങ്കിലും വാക്കിൽ അത് ഡബിൾ ആക്കേണ്ട അവസ്ഥയുണ്ടെങ്കിൽ ഖ ഖ എന്ന് എഴുതുക. ഇനി ങ. ങാനെ ഡബിൾ ആക്കുമ്പോ നോക്കിയേ ഇത് എങ്ങനെയാ മാറിയിരിക്കുന്നതെന്ന്. ങ എഴുതുക, ഇങ്ങനെ വന്ന് ഇങ്ങനെ പോയി ഇങ്ങനെ, ഇത്രയേ ഉള്ളൂ ങ എഴുതാൻ. എന്നാൽ ഡബിൾ ആവുമ്പോ ചെറിയൊരു മാറ്റം വരും. എങ്ങനെയാ? ഇങ്ങനെ വന്ന് ഇങ്ങനെയായി പിന്നെ ഇങ്ങനെയായി ഒന്നുകൂടി ഇങ്ങനെ എഴുതണം. ഇതാണ് ങ. ഈ ങ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളില് ങ എന്ന് അധികമൊന്നും കാണാറില്ല. ങ ആണ് കൂടുതലായിട്ട് കാണാറുള്ളത്. ഫോർ എക്സാമ്പിൾ തേങ്ങ, മാങ്ങ, നിങ്ങൾ, ഞങ്ങൾ എന്നൊക്കെ പറയില്ലേ? അവിടെയൊക്കെ നമ്മൾ ഈ ഡബിൾ ങ ആണ്
ഉപയോഗിക്കാറ്. അപ്പോ ഈ വീഡിയോയില് നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ക ആൻഡ് കായുടെ കൂടെയുള്ള അക്ഷരങ്ങൾ. കായുടെ കൂടെയുള്ള അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? ക, ഖ, ഗ, ഘ, ങ. ഇനി ഈ അക്ഷരങ്ങളുടെ ഡബിൾ അക്ഷരങ്ങളും കൂടി നോക്കാം. ഇതിന് കൂടുതലായി സ്പെഷ്യൽ ആയിട്ടൊന്നും പഠിക്കേണ്ട, അത് കാണുമ്പോൾ ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റും. ക, ക, ഖാന്റെ ഖ, ഗ, ഗാന് ഗ, പിന്നെ ഖ, ഖ, ങ, ങ. ഈ അക്ഷരം കാണ്, ഈ അക്ഷരം ഗാണ്, ഈ അക്ഷരം ങാണ്. ഇതാണ് കൂടുതലായിട്ട് വരുന്ന അക്ഷരങ്ങൾ. അപ്പോ കായനെയും കായുടെ കൂടെയുള്ള അക്ഷരങ്ങളെയും ഈ വീഡിയോയിൽ പഠിച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് ഏതായിരുന്നു? കച്ചട്ടത്തപ്പയില് ച. ചായനെയും ചായുടെ കൂടെയുള്ള അക്ഷരങ്ങളെയും അടുത്ത വീഡിയോയിൽ പഠിക്കാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.